പാലക്കാട് ചിറ്റൂരിൽ 6 വയസ്സുകാരൻ സുഹാന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ചിറ്റൂർ അമ്പാട്ടുപാളയം മേഖലകളിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചില്ല. പ്രദേശത്തെ കുളങ്ങളിൽ രാവിലെയോടെ അഗ്നിരക്ഷാസേനയുടെ തിരച്ചിൽ പുനരാരംഭിക്കും. കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാകും ദൌത്യം. ചിറ്റൂർ മേഖലയിൽ പോലീസിന്റെ തിരച്ചിലും ഊർജിതമായി തുടരുകയാണ്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, ഇന്നലെ 11 മണിയോടെയാണ് കുഞ്ഞിനെ കാണാതാകുന്നത്. ഈ പോലീസ് നായ അവസാനം എത്തിയ കുളത്തിന്റെ സമീപമുള്ള പരിശോധന അത് ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇന്ന് എത്തരത്തിലാണ് തിരച്ചിൽ? കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ എത്തിക്കാനുള്ള തീരുമാനം എപ്പോഴാകും ഈ തിരച്ചിൽ പുനരാരംഭിക്കുക? ഇക്ബാൽ, ഇപ്പോൾ ഏകദേശം 20 മണിക്കൂറുകൾ കഴിയുന്നു. ചിറ്റൂർ സ്വദേശിയായിട്ടുള്ള 6 വയസ്സുകാരൻ സുഹാനെ കാണാതായിട്ട്. പക്ഷെ ഇതുവരെയും സുഹാൻ എവിടെയെന്നുള്ളത് കണ്ടെത്താൻ പോലീസിനോ അല്ലെങ്കിൽ മറ്റാർക്കോ സാധിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് സുഹാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത്. സഹോദരനൊപ്പം കുട്ടി TV കണ്ട് ഇരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സഹോദരനൊപ്പം ചെറിയ രീതിയിൽ ഒരു തർക്കമുണ്ടാവുന്നു. പിന്നീട് ആ തർക്കത്തെ തുടർന്നാണ് ഈ കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീട് സുഹാനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള വിവരം ഉണ്ടായിരുന്നില്ല. പോലീസ് പലയിടങ്ങളിലും സുഹാന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും സുഹാനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വന്ന് പരിശോധന നടത്തിയപ്പോൾ സുഹാന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്ററോളം മാറി ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ കരയിലാണ് ഈ ഡോഗ് സ്ക്വാഡിലെ ഈ നായ വന്ന് നിന്നത്. ആ മേഖലയിൽ ഈ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. കുളത്തിൽ ഉൾപ്പെടെ ഇറങ്ങി ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരും എല്ലാം ആ തിരച്ചിൽ നടത്തുകയും സുഹാനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സുഹാനെ അറിയുന്ന ചില സുഹൃത്തുക്കളുടെ വീടുണ്ട്. അവിടെയെല്ലാം പോയി പോലീസ് പരിശോധന നടത്തിയിരുന്നു. സുഹാന്റെ സ്കൂൾ പരിസരത്തും ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷെ സുഹാനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഏതായാലും കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക. ചിറ്റൂർ നഗരത്തിലേത് ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുട്ടി ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കുകയാണ് നിലവിൽ പോലീസ്. അതുപോലെ തന്നെ ബസ്സിൽ വിവിധ സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ ജീവനക്കാരെ എല്ലാം പോലീസ് ഇന്നലെ വിളിച്ച് ഇത്തരത്തിൽ സുഹാനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തിരക്കുന്നു. ഒരു ബസ്സിൽ നിന്ന് പോലും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ നിന്ന് പോലും സുഹാനെ കണ്ടതായി ഒരു ജീവനക്കാരും വിവരവും നൽകിയിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിൽ ഒന്നും സുഹാനുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും സുഹാന് വേണ്ടി ഇന്നും തിരച്ചിൽ നടത്തും. സുഹാൻ ഇന്നലെ അവസാനമായി എത്തി എന്ന് ഈ ഡോഗ് സ്ക്വാഡിലെ നായ എത്തി ഈ ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത്, അതായത് എരുമങ്കോട് പ്രദേശത്തുള്ള കുളങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലെല്ലാം ഇന്നും വീണ്ടും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തും. 7 മണിയോടുകൂടി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ആരംഭിക്കും. അതിനുശേഷം പിന്നീട് മറ്റിടങ്ങളിലേക്കും ഈ പരിശോധന വ്യാപിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്ബാൽ, കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് പിണങ്ങി അല്ലെങ്കിൽ സഹോദരനുമായി പിണങ്ങിയാണ് ഈ കുഞ്ഞ് വീട് വിട്ടിറങ്ങിയതെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തിനാണ് ഈ കുട്ടി അവിടെ നിന്നും പോയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും കൃത്യമായൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയിപ്പോഴുള്ള അന്വേഷണത്തിൽ നാട്ടുകാരും പങ്കാളികളാവുമല്ലോ. അതായത് സുഹാനെ കാണാതാവുന്നത് ഇന്നലെ രാവിലെ 11 മണിക്കാണ്. ഈ സമയം മുതൽ തന്നെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ആ മേഖലയിലെ വാർഡ് കൗൺസിലറായിട്ടുള്ള ജയന്റെ നേതൃത്വത്തിലായിരുന്നു നാട്ടുകാർ ഈ തിരച്ചിൽ ആരംഭിച്ചത്. ഇതിനിടയിലാണ് പിന്നീട് 2 മണിയോടുകൂടി പോലീസ് ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. അവിടെയുള്ള ആളുകളിൽ നിന്നും അതുപോലെ തന്നെ സുഹാന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ കുട്ടി സഹോദരനോട് പിണങ്ങി തന്നെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. രാവിലെ കൂട്ടുകാർക്കൊപ്പം വീടിന്റെ പരിസരത്തെ ഒരു ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു സുഹാൻ. പിന്നീട് 11:30 മണിയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുകയും അതിനുശേഷം പിന്നീട് സഹോദരനൊപ്പം TV കണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് സുഹാന്റെ മുത്തശ്ശി അതുപോലെ തന്നെ അമ്മയുടെ സഹോദരിയും സഹോദരിയുടെ മക്കളും എല്ലാം ഈ വീട്ടിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സുഹാൻ സഹോദരനോട് പിണങ്ങിക്കൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. സാധാരണ ഇത്തരത്തിൽ പിണങ്ങി ഇറങ്ങിയാൽ വീട്ടുപരിസരത്ത് അധികം ദൂരത്തേക്ക് സുഹാൻ പോവാറില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചെത്താറുണ്ട്. പക്ഷെ ഇന്നലെ തിരിച്ചെത്തിയില്ല. ഇതോടുകൂടി സഹോദരൻ പരിഭ്രാന്തിയിലാവുന്നു. മുത്തശ്ശി ഉൾപ്പെടെയുള്ള ആളുകളെ വിവരം അറിയിക്കുന്നു. പിന്നീട് എല്ലാ കുടുംബങ്ങളും ചേർന്ന് പരിശോധന നടത്തുകയും പിന്നീട് നാട്ടുകാർ ചേർന്ന് പരിശോധന ആരംഭിക്കുകയുമായിരുന്നു. പക്ഷേ ഇതുവരെയും പോലീസും എല്ലാം തിരച്ചിൽ നടത്തിയും സുഹാനെ കണ്ടെത്താൻ സാധിച്ചില്ല. എത്രയും പെട്ടെന്ന് സുഹാനെ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ സുഹാനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസും നാട്ടുകാരും കുടുംബാംഗങ്ങളും എല്ലാം ഉള്ളത്. ഓക്കെ, ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സുഹാനെ കാണാതാവുന്നത്. എത്രയും വളരെ പെട്ടെന്ന് തന്നെ സുഹാനെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് വീട്ടുകാരും നാട്ടുകാരും. എന്തായാലും പരിശോധന തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.